ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. ജാനുവരി 24 ഫ്രൈഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് Three of Pentaclesൻ്റെ എനർജി വരുന്നുണ്ട്. Ace of Swordsൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കാം. അത് കുറച്ചും കൂടെ കമ്പാഷനേറ്റായിട്ട് പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ സ്പേസിൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സത്യമാകണം എന്നില്ല. അവരെന്താണോ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായിരിക്കും കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകുക. അപ്പോൾ അത് വച്ചിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്കത് ലഭിച്ചില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അങ്ങനത്തെ ഒരു ലോ വൈബ്രേഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് അവിടെ പോസിറ്റിവിറ്റി എങ്ങനെ കൊണ്ടുവരാം, അതിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സാക്ട്ലി സംഭവിക്കണം എന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്, ചെറിയ വിട്ടുവീഴ്ചകൾ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് നിങ്ങളൊരു ലീഡറാണ്, ഒരു മുതിർന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒത്തിരി അറിവുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചാനൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ആൾക്കാരുടെ എനർജിയും ആയിരിക്കാം. അപ്പോൾ അവിടെ എല്ലാവരെയും ഒന്ന് ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാങ്ഡ് മാനിൽ വന്നിട്ട് ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി അവെയർനെസ് ആണ് സംഭവിക്കുന്നത്. പല സിറ്റുവേഷൻസും ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഒത്തിരി അവെയർനെസ്, ഒത്തിരി എൻലൈറ്റ്മെൻറ്റ്, ഒത്തിരി അറിവുകൾ നേടാനായിട്ട്, എക്സ്പീരിയൻസ് നേടാനായിട്ട് ഓവറോൾ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ എനർജീസ് പ്രവർത്തിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്റ്റക്കായിട്ടിരുന്ന സിറ്റുവേഷൻ, ഒരു സ്ലോ പ്രോസസ്സിൽ കൂടെ പൊക്കോണ്ടിരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ, അത് എന്തുകൊണ്ടിട്ടാണ് ആ ഒരു എനർജിയിൽ കൂടെ മുന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ടിട്ടാണ് ഞാൻ വിചാരിക്കുന്ന പോലെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാത്തത്, അതിലും കുറച്ച് പേർക്കൊരു ക്ലാരിറ്റി, വ്യക്തത വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 7 of Swordsൻ്റെ എനർജി കുറച്ച് പേർക്ക് ഇതൊരു സ്പിരിച്വൽ എനർജിയാണ്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വലി ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു അവെയർനെസ്, ഒത്തിരി ട്രൂത്ത്, സത്യം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും സോറോസ് ആയിരിക്കാം, പാസ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്ത എന്തെങ്കിലും വേർഡ്സ് ആയിരിക്കാം, നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കാം. അതിലെന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി, വ്യക്തത വരുന്നതായിരിക്കാം. അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വിഷ് ഫുൾഫില്ലായിട്ട് വരുന്നുണ്ടാകാം കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുക. റിലേഷൻഷിപ്സിലും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്കുള്ള ബ്ലെസ്സിങ്സ്, നമ്മളുടെ പോസിറ്റിവിറ്റി, നമ്മളുടെ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് മനസ്സിലാകാതെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, എന്ത് എനർജിയിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, തൻ്റെ പൊട്ടൻഷ്യൽ
തൻ്റെ പോസിറ്റിവിറ്റി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിലായിരിക്കും നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഓവറോൾ കുറച്ചൊരു ഹോപ്പ്ഫുൾ എനർജിയിലിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ, എന്തെങ്കിലും മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഷിഫ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നല്ലതായിട്ട് ചിന്തിക്കാനായിട്ട്, നല്ലൊരു എനർജിയിലിരിക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. ജാനുവരി 24 ഫ്രൈഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഫോർ ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഇന്നത്തെ ദിവസം ഫാമിലി, കുറച്ച് പേർക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും. അവിടെ കുറച്ചൊന്ന് അറ്റൻഷൻ കൊടുക്കാനായിട്ട്, കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കണ്ടോ, 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, കാർഡ് താഴെ വീണു, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കെയർഫുള്ളാകുക. കുറച്ച് പേർക്ക് ആൻസസ്ട്രി അല്ലെങ്കിൽ പിതൃക്കളുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിലനിർത്തുക. അത് ആൻസസ്ട്രൽ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻസസ്ട്രി അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹാർമണി, ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രഡീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിലീഫ് സിസ്റ്റം ആയിരിക്കാം, വിശ്വാസങ്ങളായിരിക്കാം. അത് വെച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സത്യമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം, അത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അതെല്ലാം കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാൻ സാധിക്കും എന്ത് എനർജിയാണെന്ന്. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ഓക്കെ, ദ ഫൂളിൻ്റെ എനർജി ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട്, ആത്മീയത, നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി എനർജീസ് ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്, അറിവുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പീസ്, സമാധാനത്തിൻ്റെ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആത്മീയത, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടീം നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല എനർജീസും നിങ്ങൾക്ക് ചുറ്റും വർക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലിയർ ആകുന്നതാണ്, കുറച്ചും കൂടെ വ്യക്തത വരുന്നതാണ്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്കിത് നിങ്ങളുടെ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ക്ഷീണം, ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എനർജി ഇല്ല, ഒരു പാഷൻ ഇല്ല, ഒന്നും ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജ്ജമില്ല, അങ്ങനത്തെ എനർജിയിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു റിജുവിനേഷൻ്റെ എനർജി, കുറച്ചൊരു പോസിറ്റിവിറ്റി, ഒരു ന്യൂ പാഷൻ, ഒരു ഊർജ്ജം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ്റെ രൂപത്തിലായിരിക്കാം, മോട്ടിവേഷൻ്റെ രൂപത്തിലായിരിക്കാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം. നിങ്ങളെ കുറച്ചും കൂടെ ബോൾഡാക്കി മാറ്റാനായിട്ട്, സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് ആ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇവിടെ സക്സസ് കാണുന്നുണ്ട്, വിക്ടറിയുടെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്.
നിങ്ങൾ ചെയ്യുന്ന വർക്കായിരിക്കാം, നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കാം. ഓവറോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഡിമാൻഡിങ് എനർജിയിൽ, ഒരു പവർഫുൾ എനർജിയിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ക്ലെൻസിങ് സംഭവിക്കുന്നുണ്ടാകാം, ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒരു ഫ്രഷ് വ്യൂവിൽ അല്ലെങ്കിൽ ഒത്തിരി പോസിറ്റീവ് വ്യൂവിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റുള്ളവരത് നോട്ടീസ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസേഴ്സിൻ്റെ രൂപത്തിലായിരിക്കാം ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യൽ ഹെൽപ്പായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലൊരു ന്യൂ ബിഗിനിങ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ജഡ്ജ്മെൻറ്റ് റിലീസ് ചെയ്യാനായിട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ എനർജീസ്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഇന്നത്തെ ദിവസമായിരിക്കാം, ഇനി വരുന്ന സമയങ്ങളിലായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആൻസിസ്ട്രൽ ഹീലിംഗ് ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആൻസിസ്ട്രൽ പാറ്റേൺ DNA അത് ഹീൽ ചെയ്യാനായിട്ടും ഇവിടെ ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്ലോ ആയിരിക്കും പ്രോസസ്സ് വന്നിട്ട്, പക്ഷേ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.